നമ്മ ട്രെയിൻ കേറാം. ആദ്യത്തെ ലൈൻ മാത്രം ചൊല്ലിക്കൊടു. മോർണിംഗ് സ്കിൻ കെയർ 3 ദിവസം കുളിക്കാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ. ഇത് കട്ട് ചെയ്താ കൊള്ളും. ശരദിനെ വേറെ വാവ പൈതൽ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അതെ, ഞങ്ങൾ എല്ലാരും കൂടി ഒരു വെക്കേഷൻ പോവാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് നമ്മൾ കൊച്ചിയിൽ വന്നത്. അപ്പൊ നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കൊച്ചിയിൽ വന്നിട്ടെന്ന് വെച്ചാൽ കുറെ ദിവസം നിൽക്കേണ്ടി വന്നു, ഷിപ്പിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട്. അപ്പോ ഫൈനലി ഞങ്ങള് എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് അല്ല, ഒരു 8-9 ഡേയ്സ് മുമ്പ് തന്നെ കൊച്ചി എത്തി. അപ്പൊ ഫൈനലി നമ്മള് ഇന്നത്തെ ആ ദിവസങ്ങളിൽ എത്തിയിട്ടുണ്ട്. എല്ലാരും പാക്കിങ്ങിന്റെ പരിപാടിയാണ്. അപ്പൊ അതാണ് റൂം കുറച്ച്. നമ്മള് ഇന്ന് പോകുന്നത് രാത്രി ട്രെയിനിലാണ്. അപ്പോ രാത്രി ആയതുകൊണ്ട്, രാത്രി എന്ന് വെച്ചാൽ ഒരു 11:50 12 മണിക്കാണ് ട്രെയിൻ. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും ഒന്നും പാക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായില്ല. ഇപ്പൊ ഒരു 8 മണിയായിട്ടുണ്ട്. സോ എല്ലാവരും പാക്കിംഗ് ആണ്. ബാക്കി ഒരു ട്രെയിൻ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയില്. എല്ലാരും പാക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ തന്നെ നോക്ക്. ഹലോ എതില് ഒരുത്തൻ 5 ദിവസം, പണ്ട് പെമ്പിള്ളേരെ ആയിരുന്നില്ലേ പറയുന്നത്, നോക്കിക്കേ 5 ദിവസത്തെ ഒരു ട്രിപ്പിനാ പോകുന്നത്. 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 21 ഏട്ടോ 21 ഡ്രസ്. അപ്പോ ഇതെന്ത് പാക്ക് ചെയ്യട്ടെ. ഓരോ സീനിലും മാറ്റി ഓക്കെ. അപ്പൊ പാക്ക് ചെയ്യട്ടെ. മെഡിസിൻ കിച്ചണോ, മെഡിസിൻസ് ഏവി റെഡിയായാ? ഏവി റെഡിയായി. ഏവി നോക്ക ലുക്ക് മിക്കി മൗസ് ലുക്ക് തന്നെ ഇല്ലേ, അതിനാവശ്യമില്ലാത്ത പോലെ. അപ്പൊ ഞങ്ങള് ഇറങ്ങാനായി. ഹായ് ചെല്ല്, ഇങ്ങനെ നോക്കിച്ചല്ലേ. ഓ നമ്മളെ ഹലോ ഉള്ള അമ്മയില് അങ്ങനെ കയ്യാ മോളെ. ഞാൻ കേറട്ടെ. ഇങ്ങോ ഇല്ല ഒരാൾ എല്ലാരും കുറുക്കായിട്ട് നമ്മ ട്രെയിൻ കേറാം. ഒരു ബാഗ് മിസ്സായി. വന്നിറങ്ങി കഴിഞ്ഞപ്പോ ഒരു ബാഗ് മിസ്സായി കണ്ടു. ട്രെയിനിലൊരു ബാഗ് മിസ്സായിട്ട് ഇത്ര ചിരിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടി. തിരിച്ചു കിട്ടി. ബാഗിൽ ചുറ്റിച്ചിന്
വരും വരും ആര് ബ്രോ ബ്രോ റൈഡർ കണ്ണാപ്പി റോഷിന് കാപ്പി വേണോ? റോഷി സമീറ ഈനുണ്ട് അങ്ങി ആക്കാൻ ഇടാനുണ്ട് ഇല്ല ഇത് കൊല്ലങ്ങനെ മാറുകയെന്ന് അരെ നമ്മ ഏറെ എന്നായാലും അങ്ങനെ ഒരു കണക്കിന് നമ്മൾ കേറിട്ടു എസിലി ബേബി ഇതെല്ലാം എഴുതി എന്നിട്ടാണ് ഇത് ചായ കുടിക്കണ്ടേ? അത് കുടിക്കണ്ടേ? കുടിച്ചു കിട്ടണ്ടേ? ഭാഗ്യം. സോപ്പ് കൊടുവാ ചൊക്കമുച്ച വേണ്ടേ? മോർണിംഗ് സ്കിൻ കെയർ 3 ദിവസം കുളിക്കാൻ പറ്റില്ല ഗൈസ്. ഇതാണ് അവസ്ഥ. ഇത് കട്ട് ചെയ്താ കൊള്ളും. പല്ലുപോലും അതെല്ലാം മോടി തേച്ചായാലും കിട്ടും. അത് വീഡിയോ കിട്ടിയില്ല, ഓഡിയോ അങ്ങനെ ഇല്ല നാച്ചുറൽ ബ്യൂട്ടി. ഹായ് ലോക്കോമച്ച. ഇത് ലോക്കോമച്ച ആക്റ്റീവായി വന്നിട്ടുണ്ട് ഇപ്പൊ. ഭയങ്കര കെയറിങ്ങുകള്. അത് മറ്റൊന്ന് പേടിയുള്ള ഏതാ ഇവിടെ ക്യാമറ ഒക്കെ കാട്ടിയുടെ താടി എതിലിനെ ഉരിഞ്ഞോടെ കാട്ടിയുടെ അയ്യോടാ. ടിക്കറ്റ് കിട്ടിയാൽ പെർമിറ്റ് ഒരിക്കലും അടിപൊളി സീനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇവിടെ കയാക്കിങ് കിട്ടുമോ? രണ്ടാളും ഇങ്ങ നോക്കി മേമയ്ക്ക് ഒരു ഹായ് ചൊല്ലുങ്ങ. ഇങ്ങ നോക്കേ എതിലിനെ റെഡി സാരമില്ല. ക്ലാപ്പി ക്ലാപ്പി. കാർഡ് കിട്ടുന്ന വരി നോക്ക് പാക്കന്റ് വലിക്കും. കാർഡ് കണ്ടി ഞാൻ ഇപ്പൊ കാർഡ് നിങ്ങളപ്പം കുറെ കാർഡ് എല്ലാരും കുട്ടി ഉള്ളിൽ ടോയ്സ് വെച്ചേ. ഓക്കെ പറഞ്ഞോ. കളർ ചേഞ്ച് ചെയ്യില്ല. ഒന്നുകിൽ ബ്ലൂ ഇടില്ല, അല്ലെങ്കിൽ ഏത് കളർ മാറ്റാവുന്ന ആരോ ഇടില്ല, ബ്ലൂ ഇടില്ല. ഇങ്ങനത്തെ ഡിസൈൻ കാർഡ് എപ്പോ വിളിപാട് വാങ്ങില്ല. അങ്ങനെ ചൊല്ലൂല. ഇത് ചേഞ്ച് ടു റെഡ്. ദിസ് ഈസ് കളർ ചേഞ്ച്.
പണിഷ്മെന്റ് കൊടുക്കില്ല, ഏതെങ്കിലും ഒരു കാർഡ് ഇടുവാൻ ജോലിയില്ല. അതിപ്പോ കയ്യില്ലെങ്കിൽ അത് കിട്ടുന്നവര് റെഡ് എന്നില്ലേ, ഈ ഒരു കാർഡിനെ ഫിയറും ഇല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ഷഫിൾ കാർഡ് അപ്പൊ ഇനി മേമ ഷഫിൾ തുടങ്ങിക്കോ വലിപ്പം മറ്റേ കൊടു. അയ്യോ ട്രിപ്പ് തന്നെ കലങ്ങിപ്പോ. ഇതേ ഇതേ പിടി ഇതിനെക്കാട്ടി ബെറ്റർ തന്നെയാണ് ഇതിന്റെ സമീറ. ചങ്ങായി അബദ്ധം പരിപാടി കാട്ടിപ്പോയി. തുണക്കേണമേ അമ്മ മനസ്സ് ഓയ് അമ്മ മനസ്സെന്ന് വെച്ചാണ് തുടക്കം. അമ്മ മനസ്സ് തങ്കം, അമ്മ മനസ്സ് തങ്ക മനസ്സല്ല തുടക്കം. അമ്മ മനസ്സ്, അമ്മ മനസ്സ് തങ്ക മനസ്സ്. അമ്മ മനസ്സ് വെച്ചിട്ട് തുടക്കം. അമ്മ മനസ്സ് രണ്ട് ലൈനായല്ലേ ആദ്യത്തെ ലൈൻ മാത്രം ചൊല്ലിക്കൂടി. ചത്ത തത്ത പച്ച. अरे जो आप लोग बोल रहे हैं वो मुझे पता है, आप बोलो मुझे पता है इतने स्पीड से मैं बोल के दिखा दूं. അതെ ടഫ് കോമ്പറ്റീഷൻ വരുന്ന ഇതിനും പാട്ടോടിയിലേക്ക് പോലെ വന്നല്ലോ. അപ്പൊ നമ്മുടെ ഡേ 2 ആണ് ട്രെയിനിൽ. 3 days ഉണ്ട് കേട്ടോ. ട്രെയിൻ യാത്ര അടിപൊളിയൊക്കെ ആവും. പിന്നെ അതേപോലെ ഇത്രയും പേര് ഫ്ലൈറ്റ് പോകുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ടായിരുന്നു. ഡിസംബർ ആയതുകൊണ്ട് അതാണ് ട്രെയിൻ പ്രിപ്പയർ ചെയ്തേ. അപ്പോൾ ഡേ 2 ആണ്. അപ്പോൾ ഇന്നലത്തെ ഫുഡ് കുറച്ച് ഒരു രസം ഉണ്ടായില്ല, ഒരു ടേസ്റ്റ് ഉണ്ടായില്ല. പക്ഷേ ഇന്ന് കുഴപ്പമുണ്ടായില്ല. ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഉണ്ട് താഴെ യൂണിഫോംസ് കഴിക്കുന്നതിലൊക്കെ തിരക്കിലാണ്. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാനും നോക്കി മോളത്തെ ബർത്തിൽ കയറി കിടന്നതാണ്. നമ്മളെടുത്തത് 3 tier AC, 2 tier അവൈലബിൾ ആയിരുന്നില്ല ഇതിൽ. അങ്ങനെ അത് ഞാനൊന്ന്
കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമാധാനം വേണം. അപ്പം അങ്ങനെ കിടക്കുവാണ് കേട്ടോ. ഇതെന്നെ നോക്കണ്ടേ? ഏതുമില്ല ഇതില് ഒരു നല്ല പാടം, പൂപ്പാടം. പാടം പൂത്തകാലം. ഇത് കേരള ടെറൈനിൽ ശരിക്കും പക്ക കേരള ടെറൈൻ. വെറുതെ ഒറീസക്കാരല്ല കേരളത്തിന് വേണ്ടി. ഇത് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാള വെറുതെ ഒരു സെക്കൻഡ് പൂ വരുങ്ങായിരിക്കും. എല്ലാം ചൊല്ലിയാലും ആൻസർ എത്ര കോഫി വേണം ബാപ്പേറ്റ്? കോഫി ഇല്ല, അത് ചായ. चाल भी होगा परोठा या चपाती കോഫി വേണങ്ങ ഗൈസ്, കോഫി വേണങ്ങ. മഞ്ഞൊന്ന് പാടില്ല. കോഫി എത്ര വേണം അപ്പൊ? മഞ്ചൻ തന്നെ എത്രയും കൂടി. ശരദിനെ വേറെ വാവ പൈതൽ വാവ പൈതൽ ഉണ്ണി വേറെ കുഞ്ഞി വേറെ പര്യായങ്ങളാവലുണ്ട്. ഇത് ആദ്യക്കത്തത് അതില്ല, ഒന്നാമത്തെ ഉണ്ണി. ഇല്ലു മാറിക്കൂടെ അനിയത്തി അണ്ണനും തമ്പി തങ്ങൾ അനിയത്തിക്കുട്ടി. ഇംഗ്ലീഷാ സിസ്റ്റർ എങ്ങനെ മലയാളം എങ്ങനെ വേറെ എങ്ങറിന് പേരെയാ മലയാളത്തിലാ യൂത്ത് യങ്ങർ ബേബി. യങ്ങറിന് പേര് എങ്ങനെ പേര് ഇംഗ്ലീഷിന് ഇതാ എങ്ങനെ ഇംഗ്ലീഷിന് വേറെ സ്മോൾ യങ്ങറിന് പേര് യങ്ങസ്റ്റ് ഒന്നാമത്തെ യങ്ങർ വേണ്ടി യങ്ങർ ബ്രദറാ സിബ്ലിങ്സ് എൽഡർ യങ്ങർ സിസ്റ്റർ എങ്ങറിന് പേരൊരു വേർഡ്. യങ്ങറിന് വേറെ വേർഡാ അത് വിട്. പിന്നെ മറ്റേ രണ്ടാമത്തെ അതിലെ മലയാളം കരിഞ്ഞോര് ഫ്രൈ തരം കരിഞ്ഞോ അതാണ്. നിനക്ക് മൊത്തമായിട്ട് കിട്ടും, തലേക്ക് ഉമ്മ കിട്ടും. ഇത് ഞാൻ ജോലിയിൽ ജോലിക്ക് ഇപ്പൊ രണ്ട് കിട്ടിയ കളർ ചേഞ്ച് ടു കളി ഗ്രീൻ. किसका मेरा आपका क्लोज टू ऐसी जाएगा ना. हाँ अभी रिवर्स आएगा तो चेंज टू रेड. इन्हीं कलर पे direct बिटता मुझे बिटा कुछ नहीं मिले ना रिवर्स हो गया. അത് നല്ല റിവേഴ്സ് ഇല്ല മോനെ, നാക്ക് മനസ്സിലായില്ല. അത് വീണ്ടും അയ്യോ വന്നിട്ട് അതിന്റെ ആസ്പത്രി അപ്പൊ കണ്ടേ कलर चेंज बोलो भाई. अरे കളർ ചേഞ്ച്. वापस सपोर्ट ही तो सपोर्ट. मेरे को नहीं आता.
അത് പോലീസ് നോക്കിക്കൊണ്ടോണ്ടേ കള്ളക്കളി കളിക്കാൻ ഞങ്ങളെല്ലാം കള്ളക്കളി കളിക്കണ്ടില്ല നല്ല കളി കളിച്ചു കള്ളത്തരം കള്ളത്തരം കളിക്കേണ്ടത് ഞങ്ങൾക്ക് പിന്നെ ഏതെങ്കിലും ഒരു ഇതുണ്ടായില്ല മോനെ അടുത്ത ബാപ്പേറ്റൊക്കെ ഇട്ട് കൊട്ടും. അടുത്ത കിടക്കുന്ന അങ്ങ് എല്ലാരും വരും. അവസാനത്തെ ഇപ്പോഴത്തെ അവസാനത്തെ കളിയില് നമുക്കിടത്തേക്ക് എല്ലാരും കാർഡ് ഒപ്പിക്കണ്ടേ എണ്ണുണ്ട് നമുക്കിടത്തെ മുന്നിൽ ഇഷ്ടം പോലെ കാർഡ് ഇട്ടുണ്ട് 60 പോയിന്റുണ്ട് നമുക്ക് പൂച്ചകളൊക്കെ എടുത്ത് വെച്ചിട്ട് എക്സ്പീരിയൻസ് കുറെ കാലത്ത് पानी चाहिए ये पानी नहीं പനി हाँ उतर जाएगा होते ना രണ്ടാളും കിടപ്പാൻ കിടങ്ങില്ല കളിക്കുന്നത് അടിച്ചോളി എത്തിക്കാമേ ഹായ്. അപ്പൊ നമ്മള് 3rd ഡേ ആണ് കേട്ടോ ട്രെയിനില്. ഇപ്പൊ ഇറങ്ങാൻ പോവാന്ന് വെച്ചാൽ നമ്മളെല്ലാരും പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയാണ്. നെക്സ്റ്റ് ഒരു 2 സ്റ്റേഷൻസേ ബാക്കിയുള്ളൂ. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമ്മള് നമ്മുടെ സ്ഥലത്തെത്തും, ഡെസ്റ്റിനേഷനിലെത്തും. എല്ലാരും ഉറങ്ങുമല്ലേ? ഹായ് ലേഡീസ്. ഏമി ആരങ്ങൂടാ പ്രിപ്പയർഡ് ആവട്ടെ, റെഡി ആവട്ടെ. ലിപ്സ്റ്റിക്കാ അപ്പച്ചൊക്കെ തിന്നാൻ വേണ്ടാത്തി ചേച്ചി. പക്ഷെ പനി കുറഞ്ഞില്ലേ ആന്റിബയോട്ടിക് കൊടുക്കാൻ അപ്പൊ നമ്മുടെ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റേഷനാണ്, സോറി, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേഷനാണ് കേട്ടോ ഗുവാഹട്ടി. ഗുവാഹട്ടിന്റെ ചെറിയ കണ്ടോ? ഗുവാഹട്ടി ഇങ്ങോട്ട് വരുമ്പോ നമ്മള് എല്ലാരും വിചാരിച്ചു കുറച്ച് കഴിയുമ്പോ ഒരു ടെറൈനൊക്കെ മാറിയിട്ട് ഒരു വേറെ ലുക്കൊക്കെ ആയിരിക്കും. പക്ഷെ ഒഡീഷ അവിടെ മുതൽ നമ്മുടെ കേരള ടെറൈൻ പോലെ തന്നെ ഉണ്ട്. കേരള പോലെ കൃഷി അത് ഇതൊക്കെ.
സത്യം പറയാലോ ഈ യാത്രയിൽ ഒരുപാട് തിരിച്ചറിവുകൾ വന്നു. ഒരുപാട് കോഴിയെ പിടിച്ചു ഗൈസ്. റോഷി ഓക്കെ എന്നിട്ട് അപ്പോ ഞങ്ങള് നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മള് റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ തുടങ്ങും. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ 3 days അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ജീന? അല്ലേ സീരിയസ്ലി 3 days ശരിക്കും ഇവന്മാര് തള്ളി കൊണ്ടുവന്നു. അത്ര സ്പീഡിലാണ് ട്രെയിൻ പോയത്. അപ്പൊ 3 days ശരിക്കും തന്നെ പോയത് അറിഞ്ഞിട്ടുണ്ടായില്ല. അടിപൊളിയായിരുന്നു. നമ്മള് ആദ്യം ഏതാ മയില? അയ്യോ, നമ്മളൊരു നാഷണൽ പാർക്കിലൂടെയാണ് കടന്നത്. അപ്പൊ ഇവന്മാരുടെ തള്ളും മറ്റേ വളിപ്പും ചളിയും ഒക്കെ കണ്ട അവസാനം എത്തി. ഇനിയെങ്കിലും എത്തിയില്ലെങ്കിൽ ശരീരം താങ്ങില്ലായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ വന്നിരിക്കുന്നത് മേഘാലയ എക്സ്പ്ലോർ ചെയ്യാനാണ്. ഞാൻ സ്റ്റാർട്ടിങ് മുതൽ എങ്ങോട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. സോ മേഘാലയയിലേക്കാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മുതൽ നമ്മൾ മേഘാലയ ഒരു 5 days അല്ലെങ്കിൽ 6 days എക്സ്പ്ലോർ ചെയ്യുന്നു ഇതേ ടീമുമായിട്ട്. അപ്പോൾ യെസ്, അതായിരിക്കും നമ്മുടെ വീഡിയോ. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ട്രെയിൻ ജേർണി വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇനി നെക്സ്റ്റ് കണ്ടിന്യൂഷൻ വീഡിയോ നമ്മുടെ ഹോട്ടലിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഒക്കെ ചെയ്യാം. ഓക്കെ, ബൈ ആൻഡ് ടേക്ക് കെയർ.